നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഫ്രീ ടൈമുകളിലൊക്കെ നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നിലയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ പാട്ട് മാത്രമല്ല കേട്ടോ, പല രീതിയിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ ചെയ്തിട്ടാണെങ്കിലും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ക്യാഷ് ഏൺ ചെയ്യുക എന്നതിനെ പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സൈറ്റിൽ കയറി വർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. നമ്മളീ പലർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫ്രീ ടൈമുകളിൽ പാട്ട് കേൾക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇനി മുതൽ വെറുതെ പാട്ട് കേൾക്കേണ്ട, പാട്ട് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ജസ്റ്റ് സെർച്ച് ബട്ടൺ എടുക്കുക, അവിടെ വേ വർക്ക് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേന് രണ്ടാമത് കാണുന്ന ഈ ഒരു സൈറ്റും ഉണ്ട്, ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. വേ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ ഒരു പേജ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കിനും തന്നെ നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അവർ ആദ്യമേ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, എത്രയാണ് $12 സൈനപ്പ് ബോണസ്. നമ്മൾ ഇതിൽ സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? $12 ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതൊരു സന്തോഷമല്ലേ, നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് അത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ആ സൈനപ്പ് ബോണസ് നമുക്ക് ആക്ടിവേറ്റ് ആക്കാൻ പോകുക, അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് മ്യൂസിക് കേട്ടിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുക എന്നതിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാട്ട് കേട്ടിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യാനായിട്ട് താഴത്തെ ഇവിടെ ഒരു പ്രൊഫൈലിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. ഇവിടെ കിടക്കുന്നുണ്ട് ഒരു കോണ്ടാക്റ്റിൻ്റെ ഒക്കെ ഒരു നമ്പർ പോലെ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സൈനപ്പിൻ്റെ ഓപ്ഷനാണ് ചോദിക്കുന്നത്. നമുക്ക് ഗൂഗിൾ വെച്ച് സൈനപ്പ് ചെയ്യാം, അതല്ലാതെ ഇമെയിൽ ഐ ഡി വെച്ച് വേണമെങ്കിൽ നമുക്ക് സൈനപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ജിമെയിൽ ഐ ഡി വെച്ചാണ് സൈനപ്പ് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പം നമ്മൾ അതിൽ ലോഗിൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഡോളർ എന്ന് പറയുന്നൊരു ചിഹ്നം ഇവിടെ കിടപ്പുണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം കണ്ടോ ഒരു ഓപ്ഷൻ കിടക്കുന്നത്, ബാലൻസ് അവൈലബിൾ ബാലൻസ്, പിന്നെ ഫോറിൻസ് എമൗണ്ട്, പിന്നെ പെർഫോമൻസ് ബോണ്ട്, ടേം റിവാർഡ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഈ $12 ബോണസ് പോയിൻ്റ് എന്ന് പറഞ്ഞത് ഏൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് കിടക്കുന്നുണ്ടോ, ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പം കണ്ടോ $12 റിസീവ്ഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് റിസീവ് ഓപ്ഷൻ കൊടുക്കുക. അപ്പം നമ്മുടെ അവൈലബിൾ ബാലൻസ് ഇപ്പോൾ എത്രയായി? $12 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സൈനപ്പ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്താൽ മതി, ബോണസ് പോയിൻ്റ് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മ്യൂസിക് കേട്ടിട്ട് എത്ര രൂപയായി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് എത്ര എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ വിഡ്രോവൽ ചെയ്ത് കഴിയുമ്പോൾ എത്ര എമൗണ്ട് ഉണ്ട് എന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ്, എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ജസ്റ്റ് ബാക്കിലേക്ക് പോവുക. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് പാട്ട് കേട്ടിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ജസ്റ്റ് എന്നിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും, ഗോസ്റ്റ് റൈറ്റ്, ഡിസൈനിങ്, ഡൗൺലോഡ് ആപ്പ്, അവിടെ നിന്ന് നമ്മൾ മ്യൂസിക് പ്രൊമോഷൻ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കേട്ടിട്ട് ഓരോന്നിനും അവർ ഓരോ എത്രയാണ് ഡോളറും പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, മ്യൂസിക് കേട്ടിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഇതുണ്ട്, ബ്ലൂ ബോക്സ് ഇങ്ങനെ കത്തി കിടക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ മ്യൂസിക് കേട്ടിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാട്ട് കേൾക്കത്തില്ലേ, മ്യൂസിക് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കുന്നതെന്ന് അറിയിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കണം.
അതെങ്ങനെയാണെന്നും എങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യേണ്ടത്, ഏത് പാട്ടാണ് കാണേണ്ടത് എന്ന് ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ജസ്റ്റ് ഞാൻ ആദ്യമേ ഈ കിടക്കുന്ന ഈ സ്പോട്ടിഫൈ ഇല്ലേ, അതിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡാർക്ക് കളറിൽ കത്തിക്കിടക്കുന്ന ഒരു ലൈറ്റ് ഇത് മങ്ങിക്കിടക്കുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം ഇത് ഓൾറെഡി ഞാൻ ടാസ്ക്കായിട്ട് ചൂസ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ആ ടാസ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് നിങ്ങൾ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, ഈ ഒരു എന്താണ് ആദ്യമേ ഹോം പേജ്, രണ്ടാമത് കിടക്കുന്ന ടാക്സ് ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടാണ് നമ്മുടെ ടാസ്കിൻ്റെ ലിസ്റ്റ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ ഏത് ടാസ്ക്കാണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്, സ്പോട്ടിഫൈയുടെയാണ്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് പ്രോസസ്സിംഗ് ആണ്. അപ്പം നിങ്ങളുടെ പെൻഡിങ് ഓപ്ഷൻ ആണെങ്കിൽ പെൻഡിങ് കാണിക്കും, കംപ്ലീറ്റ് ആയെങ്കിൽ കംപ്ലീറ്റ് എന്ന് കാണിക്കും. ജസ്റ്റ് ഇവിടെ പ്രോസസ്സിങ്ങിലേക്ക് പോവുക. ഇവിടുന്ന് നമ്മൾ ഈ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ സ്പോട്ടിഫൈയിൽ നിന്ന് കിടക്കുന്നുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അവർ പറയുന്നുണ്ട് എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന്. Open or copy link below to the Spotify app and the songs to liked song and submit a screenshot with proof of having added it to 1-2 varieties. കണ്ടോ, അപ്പം ഇവർ പൈസ തരുന്നവന്മാർ എന്താണ് മുണ്ണകളോ ബോധമില്ലാത്തവന്മാരോ ഒന്നുമല്ല. നമ്മൾ ജസ്റ്റ് പാട്ട് കേട്ടെന്ന് പറഞ്ഞ് അവർ പൈസ തരാനായിട്ട്. അപ്പം നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം, ഒരു സ്ക്രീൻഷോട്ട് പ്രൂഫ് കൊടുക്കണം, നമ്മൾ ഇവർ പറഞ്ഞിട്ടുണ്ട് പാട്ട് കേട്ടിട്ടുണ്ട് എന്നുള്ളതിന്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു കോപ്പി ഓപ്പൺ എന്നുള്ള ജസ്റ്റ് ഓപ്ഷൻ കിടക്കുന്ന കണ്ടോ, അവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പോട്ടിഫൈ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനകത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു ലിങ്ക് നമ്മൾ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഓപ്പണായി വരുന്ന ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് നമ്മൾ കേട്ടിട്ട് ആ ഒരു സോങ്ങിന് നമ്മൾ ലൈക്ക് കൊടുക്കണം. ലൈക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തിട്ട് ഇവിടെ ഈ കണ്ടോ ക്ലിക്ക് ടു അപ്ലോഡ് ചെയ്ത ടാസ്ക് സ്ക്രീൻഷോട്ട് പ്രൂഫ് ഉണ്ടോ, അവിടെ ജസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് ഗാലറി ഓപ്പൺ ആയി വരും. അവിടുന്ന് നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് സാമ്പിൾ കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് എടുത്തിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് സബ്മിറ്റ് ഓപ്ഷന്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. പിന്നെ എന്താണ് ഇവിടെ വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസൈനിങ്സ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ലൈക്ക് ആൻഡ് ഫോളോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ടിക്ടോക്കിൽ നേരത്തെ കൊടുത്തിരിക്കുന്ന പോലെ കോപ്പിയാണ്, നമ്മൾ കോപ്പി ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യണം, ലൈക്കും ഫോളോയും ചെയ്യാമെങ്കിൽ ക്യാഷ് കിട്ടുന്നതാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പം ഞാനിപ്പം മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഓപ്ഷൻ വേണമെങ്കിലും ജസ്റ്റ് ഇതേപോലെ തന്നെ ഈ ഒരു ഗെറ്റ് വിളിച്ച് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടാസ്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നേരത്തെ മ്യൂസിക്കിൻ്റേത് ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെയാണ് ബാക്കി എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ചെയ്യാം. കണ്ടോ, ഇൻസ്റ്റാഗ്രാം, പിന്നെന്താണ് യൂട്യൂബ് ഷോർട്സ്, ടിക്ടോക്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ലൈക്കും ഷെയറും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ചുമ്മാ ലൈക്കും ഷെയറും ചെയ്താൽ പോരാ, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ അയച്ചു കൊടുക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ ഓപ്ഷനാണ്. അതിനായിട്ട് താഴെ ഇവിടെ ഒരു ഡോളറിൻ്റെ ചിഹ്നം കാണാൻ പറ്റും, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അക്കൗണ്ട് ബാലൻസ് കിടക്കുന്നതിൻ്റെ അവിടെ വിഡ്രോവൽ ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മൊബൈൽ നമ്പർ കൊടുക്കാം. പിന്നെ SMS, നമ്മൾക്ക് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഒരു SMS OTP വരും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് 6 ഡിജിറ്റ് വിഡ്രോവൽ പാസ്വേഡ്, നമുക്കൊരു വിഡ്രോവൽ ചെയ്യാനായിട്ട് ഒരു 6 പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പിന്നെ പ്ലീസ് കൺഫേം യുവർ പാസ്വേഡ്, ആ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് ഈസിലി ആയിട്ട് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.